റൂഹ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വിശുദ്ധ തെരേസ തൻ്റെ ജീവിതത്തിലെ 11 വർഷം താമസിച്ച സ്ഥലമാണ് കേട്ടോ. മാർട്ടിൻ കുടുംബത്തിൻ്റെ കുടുംബ ഭവനമായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. വിശുദ്ധ ഉപയോഗിച്ച ഒരുപാട് സാധനങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. വീടിന് ചുറ്റും നല്ല രീതിയിൽ പൂന്തോട്ടം ഉണ്ട്. നല്ല ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചേക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വ്യൂസോണറ്റ്സിൻ്റെ ഈ വീട് ലൂയിസ് മാർട്ടിൻ വാടകയ്ക്കെടുത്തതാണ്. 1909 സെൻറ്റ് തെരേസിൻ്റെ കസിനാണ് ഇത് വാങ്ങിയത്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൊജോർണാണ്. 1911 മുതൽ ഈ വീട് ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറി. ഇവിടെ വരുന്ന സന്ദർശകരുടെ സംഭാവനകൾ ഇതിന് ചുറ്റുമുള്ള പൂന്തോട്ടം പരിപാലിക്കുന്നതിനും പിന്നെ വീട് പരിപാലിക്കുന്നതിനൊക്കെ ആയിട്ടാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഇവിടെ തന്നെ നമ്മൾ പ്രവേശിക്കുമ്പോൾ തന്നെ ഒരു ശാന്തമായ ഒരു അന്തരീക്ഷമാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. തൻ്റെ ബാല്യകാല ഓർമ്മകളെക്കുറിച്ച് വിശുദ്ധ തെരേസ് പറയുന്നത്, ഞാൻ വളരെ സന്തോഷത്തോടെയാണ് ഇവിടെ താമസിച്ചത് എന്നാണ്. വിശുദ്ധയുടെ അമ്മയുടെ മരണത്തിന് ശേഷം അമ്മയുടെ സ്നേഹവും വാത്സല്യവും കൊടുത്ത മൂത്ത 2 സഹോദരിമാരുടെ കാർമലിലേക്കുള്ള പ്രവേശനവും ഈ വീട്ടിൽ വെച്ചാണ് സംഭവിച്ചത്. തടസ്സങ്ങളെ മറികടന്ന് 1888 15-ാം വയസ്സിലാണ് കന്യാസ്ത്രീയായി മാറിയത്. കാർമലൈറ്റ് സമൂഹത്തിലെ തൻ്റെ 2 മൂത്ത സഹോദരിമാരോടൊപ്പം ചേരുകയും ചെയ്തു. പിന്നീട് മറ്റൊരു സഹോദരിയായ സെലിൻ ആ ആശ്രമത്തിൽ തന്നെ ചേരുകയുണ്ടായി. 24-ാമത്തെ വയസ്സിൽ ക്ഷയരോഗം ബാധിച്ച് ആണ് മരിക്കുന്നത്. മരണശേഷം തെരേസയുടെ ആത്മീയ ഓർമ്മക്കുറിപ്പായ ദ സ്റ്റോറി ഓഫ് എ സോൾ ലോകമെമ്പാടും അറിയപ്പെട്ടു. വിശുദ്ധ ഉപയോഗിച്ചിരിക്കുന്ന പല സാധനങ്ങളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. പഴയകാല ഒരുപാട് സാധനങ്ങൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതിനോട് ചേർന്നൊരു കുഞ്ഞു സ്റ്റാളുമുണ്ട്. സ്റ്റാച്യുവോ അല്ലെങ്കിൽ ചെറിയ കൊന്തകളോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ പർച്ചേസ് ചെയ്യാം. ഇതാണ് ഞാൻ പറഞ്ഞ ആ സ്റ്റാള്. ചെറിയ ചെറിയ രൂപങ്ങൾ, അതുപോലെ തന്നെ കൊന്തകൾ, പ്രാർത്ഥനാ പുസ്തകങ്ങൾ, അങ്ങനെ ചെറിയ സ്റ്റാച്ചു ഇപ്പം ഞാൻ കാണുന്നില്ലേ നിങ്ങൾ, അതുപോലെയുള്ള ചെറിയ ചെറിയ സ്റ്റാച്ചുകൾ ഒക്കെ നമുക്കിവിടെ വാങ്ങിക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഏറെ കൗതുകം തോന്നുന്ന മറ്റൊരു കാഴ്ചയും കൂടി ഇവിടെ കാണാം. പൂന്തോട്ടത്തിലെ ഈ പ്രതിമ 1887 തെരേസ തൻ്റെ പിതാവിനോട് കാർമലിൽ പ്രവേശിക്കാൻ അനുവാദം ചോദിച്ച ദിനത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് പൂന്തോട്ടത്തിലെ ഈ പ്രതിമ.